മാറാവ്യാധികൾ മാറ്റാമെന്ന് പറഞ്ഞ നിരവധി പേരിൽ നിന്ന് പണം വാങ്ങി തെലങ്കാനയിൽ നിന്നുള്ള സംഘം മുങ്ങിയതായി പരാതി. കോഴിക്കോട് ജില്ലയിലെ മാവൂർ, പെരുവയൽ പ്രദേശങ്ങളിലുള്ളവരാണ് തട്ടിപ്പിനിരയായത്. വിവിധ ആളുകളിൽ നിന്നായി 30 ലക്ഷം രൂപയോളം സംഘം തട്ടിയതായാണ് പരാതി. തെലങ്കാനയിൽ നിന്നുള്ള ആദിവാസി വൈദ്യന്മാരാണെന്ന് പരിചയപ്പെടുത്തിയായിരുന്നു തട്ടിപ്പ്. രാജസ്വാമി എന്നയാളുടെ നേതൃത്വത്തിലുള്ള സംഘം കഴിഞ്ഞ ഡിസംബർ മുതൽ കോഴിക്കോട് ജില്ലയിലെ വിവിധയിടങ്ങളിൽ രോഗങ്ങൾ മാറ്റിക്കൊടുക്കാമെന്ന വാഗ്ദാനവുമായി ആളുകളെ സമീപിക്കുകയായിരുന്നു. വനത്തിൽ നിന്നും ശേഖരിച്ച പച്ചമരുന്നുകൾ കൊണ്ടുണ്ടാക്കിയതാണെന്ന് പറഞ്ഞാണ് ഗുളികകളും തൈലവും ഉൾപ്പെടെ രോഗികൾക്ക് നൽകിയിരുന്നത്. ആഴ്ചയിൽ പല പ്രാവശ്യം വീട്ടിൽ വന്ന് ചികിത്സ നടത്തിയ സംഘം തുടർ ചികിത്സയ്ക്കായി മുൻകൂർ പണം വാങ്ങി മുങ്ങുകയായിരുന്നുവെന്നാണ് പരാതി. 3 മാസം മരുന്നൊടിച്ചാൽ മാറും, 25,000 രൂപ മുപ്പര് പറഞ്ഞു ചെയ്തു. അതിന് 25,000 രൂപ കൊടുത്ത് മുപ്പരോട് മരുന്ന് വാങ്ങി കുറച്ച് ദിവസത്തോളം മരുന്ന് തന്ന് അത് കുടിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് ഇയാൾ ഇങ്ങനെ മുങ്ങിയത്. മാവൂർ, പെരുവയൽ പ്രദേശങ്ങളിൽ നിന്നുള്ള നിരവധി പേരാണ് തട്ടിപ്പിന് ഇരയായത്. 10,000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെ നഷ്ടപ്പെട്ടവരുണ്ട്. ഈ ചുറ്റുവട്ടത്തായിട്ട് 3 ലക്ഷം രൂപയും പെരുവയൽ പഞ്ചായത്തിൽ നിന്ന് ഒരു 10-20 ലക്ഷം രൂപേൻ്റെ ആളുകൾ ഇങ്ങനെ പെട്ടുപോയതുണ്ട് എന്നൊക്കെ അറിയാൻ കഴിഞ്ഞതിൻ്റെ പിന്നാലെ അന്ന് അന്വേഷിച്ചപ്പോൾ അവരെ വീട് താമസിക്കുന്ന സ്ഥലത്തൊക്കെ ഞങ്ങൾ പോയി നോക്കുന്നു. അങ്ങനെ ഇയാൾ കടന്നു കളഞ്ഞെന്നുള്ള വിവരമാണ് കിട്ടിയത്. തട്ടിപ്പിന് ഇരയായവർ മാവൂർ പോലീസിൽ പരാതി നൽകി. സംഭവത്തിൽ കേസെടുത്തിട്ടില്ലെന്നും പ്രാഥമിക അന്വേഷണം നടക്കുകയാണെന്നുമാണ് പോലീസിന്റെ വിശദീകരണം. മീഡിയ 1 കോഴിക്കോട്.